സദസ് എന്ന് പറയുന്ന ഈ സംഭവം നടന്ന എല്ലാ ജില്ലയിലെയും ഈ സംഭവത്തെ കുറിച്ച് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തണമെന്നതാണ് നിങ്ങളുടെ ആവശ്യം. ജീവൻ രക്ഷ നടത്തേണ്ടത് മുഖ്യമന്ത്രിയാണ്. സ്വയം ആളുകളെ ജീവൻ എടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന നമ്മുടെ ഈ പൊട്ടിച്ചതൊക്കെ അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ലേ നോക്ക് ഇതൊക്കെ എന്താ സാധനം പരിശോധിക്കും. ഇതൊക്കെയാണ് ഇന്നലെ ഞങ്ങളുടെ സ്റ്റേജിൽ നിൽക്കാവുന്നതായി സാധനം ആണ് എടുത്തുകൊണ്ടാകുന്നതാണ്. ഇതൊക്കെ ഇതിപ്പോ പൊട്ടി ഈ രാജ്യത്ത് ജനങ്ങളെ ഞാൻ ഇത് പൊട്ടിയതിന്റെ സംഭവം ഇത് പൊട്ടിയ ഞങ്ങളൊക്കെ ഒരു മണിക്കൂറിലെങ്കിലും ചതറും കാര്യം കഴിയുമ്പോ പോകും ഉറപ്പാണ്. പക്ഷെ അങ്ങനെ പൊട്ടിയിട്ടില്ല എന്ന് മാത്രം അത് പഠിച്ചോണ്ടൊന്നും ഭാഗ്യം. വീരം കൂടെ ശല്യം നിങ്ങൾക്കൊന്നും പുകയൊന്നും കിട്ടിയിട്ടില്ലേ? എല്ലാവരും ഓടിയോ? ഓടിയതിലേക്ക് മുന്നിൽ കുറച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇന്നലെ ഓടിയതിന്റെ ഒരു കോൺഗ്രസ് നേതാക്കൾ മുഴുവൻ അണികളെ ഇട്ടിട്ട് ഓടി. നേതാക്കന്മാരെ എഴുതിയിട്ടില്ല. ഇതിന് പരിക്ക് പറ്റിയവരും ചുമച്ചവരും ഒക്കെ പോയിട്ടുണ്ടോ? മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തിയാണ് ഈ അതിക്രമങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ്. പക്ഷെ ഇതേ വാർത്തകൾ തന്നെ സർക്കാർ അനുകൂല മാധ്യമങ്ങളിൽ വരുമ്പോൾ സർക്കാർ മിണ്ടാതിരിക്കുന്നുണ്ട്. ഇത് ഇരട്ടത്താപ്പല്ലേ? ഇരട്ടത്താപ്പാണ്. പ്രതികരിക്കണം നിങ്ങൾ. ഞങ്ങൾ മാത്രം പ്രതികരിച്ചാൽ ഞങ്ങളുണ്ടല്ലോ കൂടെ. നിങ്ങളുടെ പുറകിൽ ഞങ്ങളുണ്ട്. മുഷ്ടി ചുരുട്ടി ഞങ്ങൾ നിൽക്കാം. ജനാധിപത്യത്തോടൊപ്പമില്ലേ കോൺഗ്രസ്? ജനാധിപത്യ അവകാശം പ്രൊട്ടക്ട് ചെയ്യുന്നത് മാധ്യമങ്ങളുടേതായാലും സാധാരണക്കാരൻ്റെതായാലും നിരക്ഷരന്റേതായാലും സാക്ഷരതയുള്ളവരായാലും സമ്പന്നന്റേതായാലും തൊഴിലാളികളുടേതായാലും പട്ടണിക്കാരൻ്റെതായാലും പോലീസുകാരുടേതായാലും നീതിക്ക് വേണ്ടി പോരാടാൻ അതിന്റെ മുമ്പിൽ കോൺഗ്രസ് പാർട്ടി എന്നും ഉണ്ടാവും. സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ അതിന്റെ ആളുകളും അതിന്റെ അവകാശികളുമാണ് ഞങ്ങൾ. ഞങ്ങളുടെ പാരമ്പര്യമതാണ്. എത്ര കഴിവുകൾ നിങ്ങൾക്ക് ഞങ്ങൾ തരാം. എത്ര കഴിവ് വേണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ പാർലമെന്റിൽ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ചില പ്രവചിച്ചില്ലേ? ഞങ്ങൾ ഇരിക്കുന്നിടത്ത് ഇത്രയും നിന്ന് കഴിയുടെ പൊട്ടിക്കാവോ? വെള്ളീറ്റാവോ? ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്ക് വീട്ടിൽ സുരക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പൊ പാവം പുള്ളി ഒരു യഥാർത്ഥ മനുഷ്യനാണ്. പുള്ളിയെ വിളിച്ചപ്പോ എന്താണ് അദ്ദേഹം ഞാനെന്താ സംസാരിച്ചത്? ശശി തരൂരും മാധ്യമ കൊടുക്കുന്നവരോട് സംസാരിച്ചത്. ഞാൻ സംസാരിച്ചിട്ടില്ല. അയാൾ പക്ഷേ ഒന്നും പ്രതികരിച്ചിട്ടില്ല.